നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് വലിയൊരു ഭൂകമ്പത്തിനാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്തത് ആം ആദ്മി പാർട്ടിയുടെ കരുത്തനായ നേതാവ് രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിട്ട് BJPയിൽ ചേർന്നതിനെ കുറിച്ചായിരുന്നു. കേജ്രിവാളിന്റെ വിശ്വസ്തനായി അറിയപ്പെട്ടിരുന്ന ചദ്ദയുടെ ഈ മാറ്റം പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അതിലും ഭീകരമാണ്. ആം ആദ്മി പാർട്ടിയുടെ കോട്ടകളായ ഡൽഹിയിലും പഞ്ചാബിലും വലിയ രീതിയിലുള്ള പടലപ്പിണക്കങ്ങളും പാർട്ടി മാറ്റങ്ങളും നടക്കാൻ പോകുന്നു എന്നാണ് സൂചനകൾ. പഞ്ചാബിൽ നിന്ന് 28 MLA-മാരും ഡൽഹിയിൽ നിന്ന് 22 MLA-മാരും BJPയിലേക്ക് ചേരാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്താണ് ആം ആദ്മി പാർട്ടിയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രാഘവ് ചദ്ദ ഉൾപ്പെടെ 7 രാജ്യസഭാ MP-മാർ BJPയിൽ ചേർന്നതോടെ പഞ്ചാബ് ഘടകത്തിൽ വലിയ അസംതൃപ്തി പുകയുകയാണ്. അടുത്ത വർഷം പഞ്ചാബിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഈ രാഷ്ട്രീയ നീക്കം. പഞ്ചാബിലെ 28 MP-മാർ വരും ദിവസങ്ങളിൽ പാർട്ടി വിട്ടേക്കുമെന്ന് മുൻ ഹരിയാന AAP അധ്യക്ഷൻ നവീൻ ജയ്ഹിന്ദ് അവകാശപ്പെടുന്നു. എന്താണിപ്പോൾ ഇങ്ങനെ ഒരു കൂടുമാറ്റത്തിന് കാരണം? പല MP-മാരോടും പാർട്ടി നേതൃത്വം മോശമായി പെരുമാറുന്നുവെന്നും ഭീഷണിയും മർദ്ദനവും വരെ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ടെന്നുമാണ് ഉയരുന്ന പ്രധാന ആരോപണങ്ങൾ. നേതൃത്വത്തിന്റെ മോശം പെരുമാറ്റമാണ് MLA-മാരെ പാർട്ടി വിടാൻ പ്രേരിപ്പിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഘവ് ചദ്ദയുടെ പുറത്താക്കൽ. ചദ്ദയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പദവികളിൽ നിന്നും നീക്കം ചെയ്തത് പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. ഇതിനു പുറമെ നവീൻ ജയ്ഹിന്ദിനെ പോലുള്ള നേതാക്കൾ ആരോപിക്കുന്നത് ചില MP-മാരെയും MLA-മാരെയും പാർട്ടി നേതൃത്വം മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ്. സ്വാതി മലിവാളിന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളും ഈ സാഹചര്യത്തിൽ MLA-മാർക്കിടയിൽ വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കളെ പോലും അവഗണിക്കുന്ന സാഹചര്യം പഞ്ചാബിലെ ഭരണത്തെയും ബാധിച്ചിട്ടുണ്ട്. പാർട്ടിക്കുള്ളിലെ ഗുരുതരമായ ഭിന്നതകൾ പരിഹരിക്കാൻ മനീഷ് സിസോദിയ നേരിട്ട് പഞ്ചാബിലെത്തി ചർച്ചകൾ നടത്തിയെങ്കിലും സ്ഥിതിഗതികൾ അനുകൂലമല്ല എന്നാണ് സൂചന. പഞ്ചാബിന് പിന്നാലെ ഡൽഹിയിലും AAPക്ക് ഭീഷണി ഉയരുകയാണ്. ഇതുവരെ പാർട്ടിയുടെ ഉരുക്കുകോട്ടയായിരുന്ന ഡൽഹിയിൽ 22 MP-മാർ BJP പാളയത്തിലേക്ക് നീങ്ങുന്നതായാണ് വിവരം. BJPയിൽ ചേർന്ന രാഘവ് ചദ്ദ തന്നെയാണ് ഇത് സംബന്ധിച്ച സൂചനകൾ നമുക്ക് നൽകുന്നത്. ഡൽഹി സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പിളർപ്പിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. MLA-മാരെ പിടിച്ചു നിർത്തുക എന്നത് കെജ്രിവാളിനും സിസോദിയയ്ക്കും ഇപ്പോൾ വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. സ്വാതി മലിവാളിന്റെ ആരോപണങ്ങളും കൂറുമാറ്റ നിരോധന നിയമവും ഇതിനിടയിൽ ആം ആദ്മി പാർട്ടി വിട്ട മറ്റൊരു പ്രമുഖ നേതാവാണ് സ്വാതി മലിവാൾ. കെജ്രിവാളിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ അഴിമതി വർദ്ധിച്ചുവെന്നും സ്ത്രീകൾക്കെതിരെ വരെ ഗുണ്ടായിസം നടക്കുന്നുണ്ടെന്നും സ്വാതി ആരോപിക്കുന്നു. BJPയിൽ ചേർന്ന സ്വാതിയുടെ വാക്കുകൾ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചു. മറുവശത്ത് BJPയിൽ ചേർന്ന 7 MP-മാരെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി രാജ്യസഭാ ചെയർമാന് കത്തെഴുതിയിട്ടുണ്ട്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം 2/3 ഭാഗം അംഗങ്ങൾ ഒരുമിച്ച് മാറാത്ത പക്ഷം അവർക്ക് അയോഗ്യത കൽപ്പിക്കാൻ സാധിക്കുമെന്നാണ് സഞ്ജയ് സിംഗ് വാദിക്കുന്നത്. എന്നാൽ BJP ഈ നീക്കങ്ങളെ ഓപ്പറേഷൻ ലോട്ടസ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന AAPയെ തള്ളിക്കളയുകയാണ്. ഉത്തരേന്ത്യയിൽ ആം ആദ്മി പാർട്ടി ഇത്തരമൊരു പ്രതിസന്ധി നേരിടുമ്പോൾ കിഴക്കൻ ഇന്ത്യയിൽ പശ്ചിമ ബംഗാൾ മറ്റൊരു രാഷ്ട്രീയ യുദ്ധക്കളമായി മാറുകയാണ്. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടം ആവേശകരമായ പോരാട്ടത്തിലേക്കും ഒപ്പം വലിയ സംഘർഷങ്ങളിലേക്കുമാണ് നീങ്ങുന്നത്. 2021 നന്ദിഗ്രാമിൽ മമതാ ബാനർജിയും സുവേന്ദു അധികാരിയും തമ്മിൽ നടന്ന ആ ചരിത്ര പോരാട്ടം നമ്മൾ കണ്ടതാണ്. ഇത്തവണ അതേ പോരാട്ടം മറ്റൊരു മണ്ഡലത്തിൽ ആവർത്തിക്കുകയാണ്. മമതയുടെ സ്വന്തം തട്ടകമായ ഭവാനിപൂരിൽ പ്രചാരണം മുറുകും തോറും ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള വാക്കേറ്റം ഇപ്പോൾ തെരുവിലെ കയ്യാങ്കളിയിലേക്ക് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഭവാനിപൂരിൽ മമതാ ബാനർജി പങ്കെടുത്ത പ്രചാരണ വേദിക്ക് സമീപം അരങ്ങേറിയത് നാടകീയമായ സംഭവങ്ങളാണ്. മമത പ്രസംഗിച്ചുകൊണ്ടിരിക്കെ വെറും 100 മീറ്റർ മാത്രം അകലെയായി BJP സ്ഥാനാർത്ഥി സുവേന്ദു അധികാരിയുടെ റാലി കടന്നുവന്നു. റാലിയിലെ ഉച്ചഭാഷിണികളും മുദ്രാവാക്യങ്ങളും കാരണം തന്റെ പ്രസംഗം തടസ്സപ്പെട്ടതിൽ മമത അതീവ രോഷാകുലയായി. BJP മനഃപൂർവ്വം തന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് അവർ വേദി വിട്ടു. ഇതിനു പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ വലിയ സംഘർഷമാണ് ഉണ്ടായത്. ഇരുവിഭാഗവും തമ്മിൽ പൊരിഞ്ഞ തല്ല് നടക്കുകയും പ്രദേശം യുദ്ധക്കളമായി മാറുകയും ചെയ്തു. സുരക്ഷാ ഉദ്യോഗസ്ഥർ വളരെ ബുദ്ധിമുട്ടിയാണ് സ്ഥിതിഗതികൾ
നിയന്ത്രണ വിധേയമാക്കിയത്. ഈ സംഭവത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം പഴയതുപോലെയല്ല. മുൻകാലങ്ങളിൽ അക്രമങ്ങൾ ഒരു വശത്ത് നിന്ന് മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ കിട്ടുന്ന തല്ലിന് അതേപടി തിരിച്ചു കൊടുക്കുന്ന രീതിയിലേക്കാണ് BJP പ്രവർത്തകരും നീങ്ങുന്നത്. തല്ലുന്നവർക്ക് തല്ല് തന്നെ മറുപടി എന്ന നിലപാടാണ് ഇത്തവണ BJP. മമതയുടെ കോട്ടകളിൽ പോലും BJP ഇത്ര ശക്തിയായ പ്രതിരോധം തീർക്കുന്നത് തൃണമൂൽ ക്യാമ്പിനെ അസ്വസ്ഥരാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മമതയെ മുൻപ് തോൽപ്പിച്ച അതേ സുവേന്ദു അധികാരി തന്നെ വീണ്ടും വെല്ലുവിളിയുമായി എത്തുമ്പോൾ ഭവാനിപൂരിലെ ഫലം പ്രവചനാതീതമായി മാറുകയാണ്. ബംഗാൾ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം കൂടുതൽ സംഘർഷഭരിതമാകുന്നു എന്നാണ് ഈ സൂചനകൾ നമുക്ക് നൽകുന്നത്. മമതയുടെ തട്ടകത്തിൽ ആര് വിജയിക്കുമെന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ നിർണായകമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ വർത്തമാനകാല ചിത്രം പരിശോധിക്കുമ്പോൾ നാം കാണുന്നത് ഒരേ സമയം രണ്ട് വ്യത്യസ്തമായ വെല്ലുവിളികളാണ്. ഒരു വശത്ത് ബദൽ രാഷ്ട്രീയത്തിന്റെ മുഖമായി വളർന്നു വന്ന ആം ആദ്മി പാർട്ടി ഇന്ന് അതിന്റെ അസ്തിത്വം തന്നെ അപകടത്തിലായ നിലയിലാണ്. രാഘവ് ചദ്ദയെ പോലുള്ള യുവ നേതാക്കളെ പുറത്താക്കിയതും സ്വന്തം MLA-മാർക്കെതിരെ ഭീഷണിയും മർദ്ദനവും അഴിച്ചുവിടുന്നു എന്ന ഗുരുതരമായ ആരോപണങ്ങളും കേവലം ഒരു പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമല്ല, മറിച്ച് ജനാധിപത്യപരമായ മൂല്യങ്ങളുടെ തകർച്ച കൂടിയാണ്. ഇതിനെ BJP-യുടെ ഓപ്പറേഷൻ ലോട്ടസ് എന്ന് വിളിച്ച് ആം ആദ്മി പാർട്ടി പ്രതിരോധിക്കുമ്പോൾ സ്വന്തം നേതാക്കളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത നേതൃത്വത്തിന്റെ പരാജയമാണോ നാം ഇന്നിവിടെ കാണുന്നത് എന്ന ചോദ്യം പ്രസക്തമാകുന്നു. രാഘവ് ചദ്ദയുടെ പുറത്താക്കൽ AAPക്ക് സംഭവിച്ച വലിയൊരു രാഷ്ട്രീയ മണ്ടത്തരമാണോ എന്ന് വരും ദിവസങ്ങളിൽ തെളിയിക്കും. മറുവശത്ത് പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ നാം കാണുന്നത് തെരുവ് യുദ്ധത്തിലൂടെ അധികാരം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന തീവ്രമായ രാഷ്ട്രീയ ശൈലിയാണ്. മമതാ ബാനർജിയും സുവേന്ദു അധികാരിയും തമ്മിലുള്ള പോരാട്ടം ഭവാനിപൂരിന്റെ തെരുവുകളെ ഒരു യുദ്ധക്കളമാക്കി മാറ്റിയിരിക്കുന്നു. കിട്ടുന്ന തല്ലിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കാൻ പ്രതിപക്ഷമായ BJP കൂടി തയ്യാറാകുമ്പോൾ ബംഗാളിലെ വോട്ടർമാർ വലിയൊരു ആശങ്കയിലാണ്. ഈ സംഘർഷം മമതയുടെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുമോ അതോ സഹതാപ തരംഗമായി മാറുമോ എന്ന് കണ്ടറിയണം. ഉത്തരേന്ത്യയിൽ ആം ആദ്മി പാർട്ടിയുടെ കോട്ടകൾ വിണ്ടുകീറുമ്പോഴും കിഴക്ക് ബംഗാളിലെ തൃണമൂൽ കോട്ടകളിൽ വിള്ളലുകൾ വീഴുമ്പോഴും ഒരു കാര്യം വ്യക്തമാണ്: ഇന്ത്യൻ രാഷ്ട്രീയം പുതിയൊരു പരിവർത്തനത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ രാഷ്ട്രീയ കൂറുമാറ്റങ്ങളും തെരുവ് യുദ്ധങ്ങളും ജനാധിപത്യത്തിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കുന്നുണ്ടോ? നേതൃത്വത്തിന്റെ മോശം പെരുമാറ്റമാണോ അതോ അധികാരത്തോടുള്ള അത്യാഗ്രഹമാണോ നേതാക്കളെ പാർട്ടി മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നത്? അതുപോലെ ബംഗാളിലെ ഈ തുറന്ന പോരാട്ടത്തിൽ ഇത്തവണ സുവേന്ദു അധികാരി അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നന്ദി.